ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മോഡ് ആഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ചെയ്യാൻ പറ്റൂല, അത് എങ്ങനെ ആഡ് ചെയ്യലെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഡീറ്റെയിലിൽ ഞാൻ നോക്കിയിട്ട് ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് നമ്മളൊരു സിറ്റി കാണിച്ചു തരാൻ പറഞ്ഞിരുന്നു. ലോങ് ആണ് സിറ്റിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കാണിച്ചു തരാം. അപ്പൊ അതെങ്ങനെ ആഡ് ചെയ്യലെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നേരെ റെയിൽവേ സ്റ്റേഷനിക്ക് നേരെ പോവാൻ, എന്നിട്ട് അവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിക്ക് നേരെ എത്തിക്കണേ. ഇനി ഇവിടുന്ന് നേരെ പോകും. ഇവിടെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ സ്പീഡിലൊക്കെ പോകാൻ പറ്റും. നമുക്ക് നേരെ സ്പീഡിലൊക്കെ പോകാം. അപ്പൊ ഇവിടുന്ന് നേരെ പോയാൽ തന്നെ നമുക്ക് സിറ്റി കാണാൻ പറ്റും. അപ്പൊ സിറ്റിന്റെ തുടക്കം വരുന്നതാണ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്പീഡിൽ ഇപ്പൊ ഇതാ കാണുന്നതാ. അപ്പൊ ഇതാണ് നമ്മളെ സിറ്റിന്റെ തുടക്കം വരുന്നത്. അപ്പൊ ഇത് എന്താന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ വേറൊരു സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ വണ്ടി കയറ്റാം. എന്താ വണ്ടി കയറുന്നില്ല, പക്ഷെ വണ്ടി ആണെങ്കിൽ തട്ടിട്ടോ സാരില്ല. നമുക്ക് സൈഡിലെടുത്ത് ബൈക്ക് എടുക്കാം. ബൈക്ക് എടുക്കാം. നമുക്ക് നേരെ ബൈക്കൊക്കെ കിട്ടി. നമ്മൾ നേരെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം. കഴിച്ച് അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് എന്താ സ്ഥലം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ കറക്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞതേക്കാണ് കറക്റ്റ് ആണെന്ന്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് നേരെ നോക്കാം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് പറഞ്ഞുതരാം ഇത് എന്താ സ്ഥലമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഞാൻ അടുത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏഷ്യാനെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി അടുത്ത സ്ഥലം കാണിച്ചു തരാം. ഏഷ്യാനെ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ നമ്മൾ ആദ്യം കാണിച്ചത്. അപ്പൊ സ്പീഡ് ഒന്ന് കാണിച്ചു തരാം. ഇത് ആൾക്കാരാണ് നമ്മൾ സിറ്റിയൊക്കെ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇത് ആദ്യം നമ്മൾ കാണിച്ചത്. പിന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇത് പെട്രോൾ പമ്പാണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, താഴെ കമന്റ് ചെയ്യുക. പെട്രോൾ പമ്പാണ്. അത് പെട്രോൾ പമ്പിന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഓട്ടോ സ്റ്റാൻഡ്. ഓട്ടോറിക്ഷ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇറങ്ങിങ്ങാണ്ട് വരുത്തിച്ച് കാണിച്ചു തരാം. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഇല്ല വിചാരിച്ചതാ. ഞാൻ 3 ഓട്ടോറിക്ഷ വരുത്തിച്ചു തരാം. അങ്ങനെ വെച്ചാൽ 3 ഓട്ടോറിക്ഷ ഇതാക്കണേ. അപ്പൊ ഇത് ഓട്ടോ സ്റ്റാൻഡ് ആയിക്കണ്. ശരിക്കും ഓട്ടോ സ്റ്റാൻഡ് തന്നെ, പക്ഷെ ഓട്ടോറിക്ഷ ഇല്ലാത്തതുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ സ്കൂള്. അപ്പൊ നമ്മുടെ സിറ്റിയിൽ സ്കൂളിന്റെ കുഴപ്പം കൂടെ ഉള്ളു. അപ്പൊ സ്കൂളും കൂടെ അയക്കണ്. അപ്പൊ വീഡിയോ ഒക്കെ ചെയ്യാൻ വളരെ സുഖമായിക്കണം. അപ്പൊ ഇത് കോളേജും ഒക്കെ സ്കൂളൊക്കെ നല്ല അടിപൊളി ബിൽഡിംഗ്, നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് കോളേജും ഒക്കെ സ്കൂളും ഒക്കെ ഇപ്പൊ സ്കൂളിൽ നിന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് സ്കൂളിൽ നിന്ന് പറഞ്ഞ അപ്പൊ ഞാൻ അടുത്ത സ്ഥലം കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഇത്ര തന്നെ ഉള്ളു. ഞാൻ അടിപൊളിയുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചത്. ഈ നേരെ മുന്നിൽ കാണും. നിങ്ങൾക്ക് എന്താ ഗിസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മളെ വീട്. അപ്പൊ ഇത് അടിപൊളി വീടാണ്. നല്ല ചിരിച്ചാലും കാണാനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഫസ്റ്റ് മുകളിൽ കാണിച്ചു തരാം. അപ്പൊ ഒന്ന് വീട് ഒന്നായിട്ട് ഞാൻ കാണിച്ചത്. ഇതാണ് നമ്മളെ വീട്. അപ്പൊ നമ്മളെ വീടിനെക്കാട്ടി നമ്മളെ സിറ്റിത്തെ വീടിനെക്കാട്ടി കുറച്ച് വലുപ്പമായി വീതിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ സ്റ്റെപ്പ് മുകൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ മുകളിൽ കാണിച്ചു തരാം, എന്നിട്ട് അടിക്ക് കാണിച്ചു തരാം. പക്ഷേ എന്റെ മുകൾക്ക് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇതൊരു ആളാണ്. ഇത് കുത്തറക്കാളെ സോഫ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ ആ ദൂരത്ത് കാണുന്ന എന്താ നിങ്ങൾക്ക് മനസ്സിലേക്ക് എന്തായാലും കമന്റ് ചെയ്യാം. ഇത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. ഇത് ഇവിടെ നോക്കിയിട്ട് തന്നെ ചിലവർക്ക് മനസ്സിലായത് ഇത് ടി വി ആണ്. ടിവിയും ചേറുമാണ് ഉള്ളത്. പിന്നെ ഇങ്ങനെ വരുമ്പോ ഇവിടെ എന്താന്ന് എല്ലാവർക്കും മനസ്സിലാവും. വീട്ടിലെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് ബെഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്ക്. ബെഡും തലേണിയാണ് അത് അവിടെ ഉള്ളത്. പിന്നെ ഇതെന്താ വെച്ചാൽ ആൾമാര എന്താ ഉദ്ദേശിച്ചെന്ന് അറിയാം. ഇത് ബാൽക്കണിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാവുക. ഇവിടെ 2 ബാൽക്കണി ഉണ്ട്. ഇത് മുകളിലത്തും അടിയത്തും ബാൽക്കണി. ഈ ബാൽക്കണി വലുതാണ്, പക്ഷെ അടിയത്ത് ചെറുതാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മളെ പോലീസ് സ്റ്റേഷനൊക്കെ കാണാം. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ നമ്മൾ താഴത്തൊക്കെ ഇറങ്ങുകയാണ്. അപ്പൊ ഞാൻ താഴത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതൊരു റൂമാണെന്ന് വിചാരിച്ചാൽ റൂമല്ല. ഇതൊരു ഹാളിന്റെ മാതിരിയാണ്. അവിടെ ഒരു റൂമേനി. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് സോഫയും ഒരു ടേബിളും പിന്നെ ഒരു ടി വിയാ തോന്നുന്നുണ്ട് അവിടെ പച്ച കാണുന്നത്. പിന്നെ ഇങ്ങനെ കാര്യമായിട്ട് ആവശ്യമുള്ള സാധനം നമ്മുടെ വീട്ടില് ഇതാണ് കക്കൂസ്, കോസറ്റ് ഒക്കെ ഉണ്ട്. വീട്ടില് സാധാരണ ആവശ്യമുള്ളത് കണ്ടിട്ട് തന്നെ കക്കൂസിന്റെ മാതിരി ഉണ്ട്. നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി കാണിച്ചുതരാം. അപ്പൊ ഇത് പുറത്തേക്കല്ല, ഇത് ബാൽക്കണിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ബാൽക്കണി വലുതാണ് ചെറുതാണ്, വലുതൊന്നും ഇല്ല വീതിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ബാൽക്കണി. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ പോലീസ് സ്റ്റേഷൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറെ ലോങ് പോകണ്ട. അങ്ങോട്ട് ഇതേപോലെ തന്നെ ബിൽഡിങ്ങുകൾ അതാണ് ഞാൻ കാണിച്ചാത്ത. അപ്പൊ ഇവിടുന്ന് സ്പീഡ് ഞാൻ പോയി കാണിച്ചു തരാം. ഇവിടെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് സ്പീഡിൽ പോവാം. അപ്പൊ നമുക്ക് കുറച്ച് തോനെ പോവാണ്ട്. അപ്പൊ സ്പീഡ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നാത്ത. ഇപ്പൊ കുറെ പോകാണ്ട് വെച്ചാൽ കുറെ പോകാൻ നമ്മുടെ വലിയൊരു സിറ്റിയാണ്. അത് ഏകദേശം അത് അവിടെ കാണുന്നത് ഒരു നീല കളർ, അതാണ് നമ്മളെ കാർ ഗരാജ് കണ്ട. അത് പോലീസ് സ്റ്റേഷൻ. ഇതാണ് നമ്മളെ കാറൊക്കെ വാഷ് ചെയ്തത്. അതാണ് നമ്മളെ സംഭവമായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഇത് മനസ്സിലാവുന്നുണ്ട് നമ്മൾക്ക് കാറിന്റെ വാഷിന്റെ തന്നെയാണെന്ന്. അപ്പൊ നമുക്ക് നേരെ മുന്നിൽ കാണാത്ത പോലീസ് സ്റ്റേഷൻ കാണിച്ചു തരാം. നമ്മളെ സിറ്റിനെ കാട്ടി വലിയ പോലീസ് സ്റ്റേഷൻ, സിറ്റിയിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. പോലീസ് സ്റ്റേഷൻ സാധാരണ ആവശ്യം ഉണ്ടെങ്കിൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ജയിലൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ ഞാൻ ഇറങ്ങിക്കാണ്ട് കാണിച്ചു തരാം. ഇതിൽ ഇറങ്ങിയ കാണിച്ചു തരാം. അങ്ങ് നേരെ ഉള്ളിലേക്ക് കയറുന്ന പോലീസ് സ്റ്റേഷനൊക്കെ മുന്നിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉള്ളിലെത്തിയപ്പോ തന്നെയാണ് ഇവിടെ മൂന്ന് ജയില്, 4 ജയില്, അങ്ങനെ 4 ജയിലുണ്ട്. പക്ഷേ ഇത് 2 ജയില്,
ആകാശ് 2 ജയില് തന്നെ ഉള്ളു. ഒരു ജയിലിൽ രണ്ടാൾക്ക് കിടക്കാം. ഏകദേശം 3 ജയിലുണ്ട്. പിന്നെ ദാ ഇവിടെ മുന്ന്ക്ക് പോലീസുകാർക്ക് കുത്തിർക്കാനുള്ള സ്ഥലങ്ങള് നമുക്ക് കേറി നോക്കാം പുറത്തേക്ക് ചാടാൻ പറ്റുമോന്ന്. അത് ചാടി വെക്കാം. പക്ഷെ അപ്പുറത്തൊക്കെ ചാടാൻ പറ്റും. അങ്ങനെ ചാടി അതിന്റെ മുകളിലേക്കൊക്കെ കയറി. പക്ഷെ അതിന്റെ മുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കണ ഇവിടെ എത്ര പോലീസുകാർക്ക് കിട്ടും? 1, 2, 3, 4 പോലീസുകാർക്ക് കുത്തിർക്കാൻ പറ്റും. നമുക്ക് അപ്പുറത്തേക്ക് തന്നെ ചാടാം. പിന്നെ അവിടെ എന്തെങ്കിലും കേസൊക്കെ കൊടുക്കാൻ വന്നവർക്ക് കുത്തിർക്കാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് മുകളിൽ കയറാം. മുകളിൽ എന്താ സെറ്റപ്പ് നോക്കാം. സ്റ്റെപ്പ് കയറാൻ വലിയ പണിയാണ്. പക്ഷെ മുകൾക്കൊക്കെ കയറിയിരിക്കുകയാണ്. മുകളിലൊന്നുമില്ല കാര്യമായിട്ട്. മുകളിലൊന്നും കൊടുക്കാത്ത നന്നായി. പക്ഷെ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒന്നും ഇല്ലല്ലോ. പക്ഷെ അപ്പൊ നമുക്ക് ജയിലിലേക്ക് കയറാൻ വാതിലൊന്നുമില്ല. എടുത്ത് ചാടി തന്നെ അങ്ങട്ട് ചാടി ചിലപ്പോൾ അവിടെ കുടുങ്ങും, ചിലപ്പോൾ കുടുങ്ങാതെ ഞാൻ വീടൊക്കെ. പക്ഷെ ഇതായാലും ജയിലിൽ ഇത് കക്കൂസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കട്ടിലുണ്ട്, 2 ആൾക്ക് കിടക്കുക. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ചാടാൻ പറ്റുമോ നോക്കാം. 2 കട്ടിലുണ്ട് മതിയല്ലോ, ധാരാളം. അപ്പൊ നമുക്ക് നേരെ അപ്പുറത്തേക്ക് ചാടാം. ഗൈസ് അങ്ങനെ അപ്പുറത്തേക്ക് ചാടിക്കണ്. ഗൈസ് അത് പുറത്ത് തന്നെ എത്തിക്കുന്നത് സാരമില്ല. അപ്പൊ പുറത്തേക്ക് എത്തിയത് ഗൈസ്. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാണിച്ചത് കുറെ ആൾക്കാർക്ക് ടൈഗറിനെ ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ടൈഗറിന്റെ കോഡ് 11 എനിക്ക് ആദ്യം ലിങ്ക് വെച്ചിട്ട് കിട്ടിയോണ്ടാണോ നിങ്ങൾക്ക് അറിയില്ല. ലിങ്ക് ഈ നമ്മളെ RDS ഗെയിമിൽ വന്നിട്ട് എനിക്ക് കിട്ടണില്ല. എന്താ അറിയില്ല. എനിക്ക് ടൈഗറിനെ ഇപ്പൊ കിട്ടിയില്ല, അതാണ് അറിയില്ല. അപ്പൊ ഞാന് അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആ ഗെയിമിന്റെ ലിങ്ക് പിന്നെ ഇതിന്റെ ലിങ്കും കൊടുക്കാം. അത് ഡൗൺലോഡ് ചെയ്യാത്ത ഡൗൺലോഡ് ചെയ്ത് കളിച്ചോളൂ. അടിപൊളി ഗെയിമാണ്. പിന്നെ ഇത് എങ്ങനെ ആഡ് ചെയ്യലെന്ന് ഞാൻ കാണിച്ചുതരാം. പക്ഷെ ഞാൻ ഇത് 3 ആഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ കൂടുതൽ അന്വേഷിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും അറിയണില്ല. അപ്പൊ ഞാൻ പറയണ്ടേ. പിന്നെ ഞാൻ ടൈഗറിന്റെ ലിങ്ക് കോപ്പി ചെയ്യാം. ലിങ്ക് കോപ്പി ചെയ്താണ്ട് കുറെ ആൾക്കാരാണ് മൊബൈലിലാണ് ചെയ്യല്. ഞാൻ മൊബൈലൊന്ന് ചെയ്തു നോക്കാം, ആവോന്നൊന്നും അറിയില്ല. അപ്പൊ നെറ്റ് ഓഫാണ്. അപ്പൊ നെറ്റ് ഓഫ് ആണെങ്കിൽ ഇവിടെ ശരിയാവില്ല എന്ന് കാണിച്ചു. പക്ഷെ അങ്ങനെ ലിങ്കൊക്കെ കോപ്പി ചെയ്തു. അപ്പൊ ഇതെല്ലാം ചെയ്യല് നിങ്ങൾക്ക് മനസ്സിലായി. അതെന്താ വെച്ചാൽ നെറ്റ് ഓൺ അല്ലെങ്കിൽ കാണിച്ചു ഇങ്ങനെ ലോഡ് ആവില്ല എന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം ഇതിലെല്ലാം ചെയ്യല് എന്നാണ്. അപ്പൊ ഞാൻ ഈ ഗെയിമിലേക്ക് ഈ മോഡ് അങ്ങനെ ആഡ് ചെയ്യലെന്ന് മനസ്സിലായി. താഴെ ഒരു ലിങ്ക് കൊടുക്കുക. ലിങ്കിൽ കയറിയാണ്ട് ഇതേപോലെ ചെയ്യുക, കോപ്പി ചെയ്യാം. നേരെ ഗെയിമിൽ ഞാൻ രണ്ടാമത്തെ സ്ലോട്ട് എടുത്തുകാണ്ട് നേരെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതാ ഞാൻ ഫോണിൽ എടുത്തുകാണ്ട് ഇതേപോലെ ചെയ്യണതിന് ചെയ്യാം. നേരെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി. അപ്പൊ ഇത്ര പണിയുള്ളൂ. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തൊക്കെ ശരിയാവുമെന്നൊന്നും അറിയാം. ഒരട്ടം 2 വട്ടം നോക്കിയാൽ ശരിയാവും. നിങ്ങൾ ഒരട്ടം നോക്കിയാണ്ട് ശരിയാവില്ല എന്നാണ് പോവല്ലേ. അപ്പൊ കുറെ 2, 3 വട്ടം എന്നൊക്കെ നോക്കി. പക്ഷെ ഫയൽ ലോഡ് അയക്കുന്നത്. അപ്പൊ ഇത്രേ പണിയുള്ളൂ. അപ്പൊ നേരെ ബാക്ക് അടിച്ചത് ഇങ്ങനെ പോയി എല്ലാം നോക്കിയാൽ കിട്ടൂല. അപ്പൊ നേരെ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യണം. പക്ഷെ ഞാനപ്പോ ഇത്ര പണിയുള്ളൂ ഈ മോഡ് ഓപ്പൺ ചെയ്യാൻ. അപ്പൊ ഇതിന്റെ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ ഇത്ര വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുറെ ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്യണില്ല. എന്താ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. സബ്സ്ക്രൈബറൊക്കെ കമന്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ. ആ വീഡിയോ ഒന്നും ചെയ്യാൻ നേരം കിട്ടല്. ഇങ്ങനെ ഓരോ മോഡൊക്കെ വരും. അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.